നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ മിക്കവരും അവരുടെ വാഹനങ്ങൾ താൽക്കാലികമായി നൽകാറുണ്ട്. എന്നാൽ അങ്ങനെ കൊടുത്തൊരു വാഹനം തിരികെ ചോദിക്കുമ്പോൾ അത് പണയപ്പെടുത്തിയെന്നറിഞ്ഞാലോ? എന്നാൽ അങ്ങനെ ഒരു സംഭവം കോഴിക്കോട് നടന്നിരിക്കുകയാണ്. താൽക്കാലിക ആവശ്യത്തിനെന്ന് പറഞ്ഞ് തന്റെ കാർ വാങ്ങിയ ആൾ ആ കാർ പണയപ്പെടുത്തിയെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു യുവാവ്. കൊയിലാണ്ടി പൂക്കാട് സ്വദേശിയായ ജാബിർ ഹസനാണ് പരാതിയുമായി രംഗത്തെത്തിയത്. കൊയിലാണ്ടി പോലീസിലാണ് ജാബിർ ഇത് സംബന്ധിച്ച പരാതി നൽകിയത്. ഷഫീർ എന്ന യുവാവിനെതിരെയാണ് ജാബിർ പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരി 26 തന്റെ KL 56 S 5623 നമ്പറിലുള്ള മഹീന്ദ്ര SUV കാർ താൽക്കാലിക ആവശ്യം പറഞ്ഞ് വാങ്ങിക്കൊണ്ടു പോവുകയായിരുന്നു എന്ന് പരാതിക്കാരൻ പറയുന്നു. പിന്നീട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും വാഹനം തിരിച്ചു കൊടുത്തില്ല. കഴിഞ്ഞ ദിവസം കർശനമായി കാർ തിരിച്ചു തരാൻ ആവശ്യപ്പെട്ടപ്പോൾ വാഹനം മറ്റൊരാൾക്ക് പണയം വെച്ച് 3 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന വിവരമാണ് നൽകിയതെന്ന് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. കക്കട്ടിലുള്ള ഒരു വീട്ടിലാണ് നിലവിൽ കാർ ഉള്ളത്. കാർ ചോദിച്ച ജാബിറിന് ആ വീടിന്റെ ലൊക്കേഷനാണ് ഷഫീർ അയച്ചു നൽകിയത്. പോലീസ് അന്വേഷണത്തിൽ ലൊക്കേഷൻ പ്രകാരമുള്ള കക്കട്ടിലെ വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാർ ആ വാഹനം അവിടെ നിന്ന് മാറ്റിയതായും പരാതിക്കാരൻ പറയുന്നുണ്ട്. വാഹനം കണ്ടെത്തി തിരികെ ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാവണമെന്ന് കാണിച്ച് മുഖ്യമന്ത്രി, DGP, വടകര DYSP, ജില്ലാ കളക്ടർ എന്നിവർക്കും മെയിൽ സന്ദേശം അയച്ചിട്ടുണ്ടെന്ന് ജാബിർ ഹസൻ പറയുന്നു.